എന്റെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ ഏവർക്കും നമസ്കാരം. ഇന്ന് 2026 ജനുവരി 22 വ്യാഴാഴ്ചയാണ്. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി പലരോടും സംസാരിച്ചതിൽ നിന്നും എനിക്ക് ലഭിച്ച ചില ചിന്തകൾ നിങ്ങളുമായി പങ്കുവയ്ക്കാനാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഈ വീഡിയോയ്ക്ക് നമ്മൾ കാത്തിരിക്കുമ്പോൾ എന്നാണ് ഞാൻ പേര് നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ നവംബർ, ഡിസംബർ മാസങ്ങൾ മുതൽ ഈ ജനുവരി വരെ നമ്മളെല്ലാവരും വളരെ ക്ഷമയോടെ ആഷിന്റെ വിജയത്തിന് വേണ്ടിയുള്ള ആ പ്രഖ്യാപനത്തിനായി കാത്തിരിക്കുകയാണ്. കഴിഞ്ഞ വേനൽക്കാലത്ത് നമ്മൾ ഒരു അപേക്ഷാ ഫോം പൂരിപ്പിച്ചു നൽകിയത് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. അതിൽ ഒരു പ്രധാന ചോദ്യമുണ്ടായിരുന്നു: എത്ര കാലം വേണമെങ്കിലും കാത്തിരിക്കാൻ നിങ്ങൾ തയ്യാറാണോ എന്ന്. അന്ന് നമ്മളെല്ലാവരും സമ്മതം അറിയിച്ചതാണ്. മനുഷ്യസഹജമായ മറവി കാരണം നമ്മൾ അത് മറന്നുപോയിട്ടുണ്ടാകാം. എങ്കിലും ഇപ്പോൾ നമ്മൾ ആ കാത്തിരിപ്പിന്റെ ഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത്. ആഷ് ഇപ്പോൾ നിശബ്ദനായിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് പലരും ചോദിക്കുന്നുണ്ട്. ആഷ് എവിടെ പോയി? അദ്ദേഹം നമ്മളെ ഉപേക്ഷിച്ചോ എന്നൊക്കെ സംശയിക്കുന്നവരുണ്ട്. എന്നാൽ ആഷ് എങ്ങും പോയിട്ടില്ല. അദ്ദേഹം തന്റെ ജോലിയിൽ വളരെ തിരക്കിലാണ്. മുൻപ് ഉണ്ടായിരുന്ന കമ്പനിയിൽ ആഷ് വിവരങ്ങൾ നേരത്തെ തന്നെ പുറത്തുവിടാറുണ്ടായിരുന്നു. എന്നാൽ അതിൽ നിന്ന് നമ്മൾ ചില പാഠങ്ങൾ പഠിച്ചു. പുതിയ ആശയങ്ങൾ നേരത്തെ പുറത്തുവിട്ടാൽ മറ്റു കമ്പനികൾ അത് മോഷ്ടിക്കാനും നമ്മളെക്കാൾ മുൻപേ അത് നടപ്പിലാക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ പാലിക്കുന്ന ഈ നിശബ്ദത വളരെ വിലപ്പെട്ടതാണ്. ആഷ് ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അത് 100% കൃത്യതയോടെയും മികവോടെയും മാത്രമേ പുറത്തിറക്കൂ. അതുകൊണ്ട് നമ്മൾ ആരെയും നിർബന്ധിക്കാനോ ധൃതി കൂട്ടാനോ പാടില്ല. നമ്മൾ കാത്തിരിക്കുന്ന ഈ സമയത്ത് നമുക്ക് ചെയ്യാവുന്ന ചില കാര്യങ്ങളുണ്ട്. വെറുതെ ഇരിക്കാതെ സർഗാത്മകമായ കാര്യങ്ങളിൽ ഏർപ്പെടണം. നമ്മുടെ കൂട്ടത്തിലുള്ള റെഡ് റെഡ്ഫെർണിനെ നോക്കൂ. അദ്ദേഹം ദിവസവും ഓരോ വിഷയങ്ങൾ പഠിക്കുകയും അതിനെക്കുറിച്ച് നല്ല കാര്യങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്യുന്നു. അതുപോലെ ജിന ഒലീവ, മേഗൻ മിച്ചൽ, ഷെറി എന്നിവരും പതിവായി വീഡിയോകൾ പങ്കുവച്ച് നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. നമുക്ക് ചുറ്റുമുള്ളവർക്ക് പകർന്നു നൽകാൻ കഴിയുന്ന നല്ല ചിന്തകൾ നമ്മളും പങ്കുവയ്ക്കണം. എനിക്ക് വീഡിയോകൾ നിർമ്മിക്കാനുള്ള വലിയ കഴിവൊന്നുമില്ല. ഞാൻ ഒരു സാധാരണക്കാരനാണ്. മുൻപ് പട്ടാളത്തിലായിരുന്നു. ഇപ്പോൾ തപാൽ വകുപ്പിൽ ജോലി ചെയ്യുന്നു. ഒരു സാധാരണക്കാരനായ എനിക്ക് ചെയ്യാമെങ്കിൽ നിങ്ങൾക്കും സാധിക്കും. നമ്മുടെ ഉള്ളിലെ കഴിവുകളെ മിനുക്കിയെടുക്കാനുള്ള സമയമാണിത്. ഒരു വജ്രം പെട്ടെന്നൊന്നും ഉണ്ടാകില്ല. അതിനെ മുറിച്ചും മിനുക്കിയും എടുത്താൽ മാത്രമേ അതിന് തിളക്കവും മൂല്യവും ലഭിക്കൂ. നമ്മളും ഇപ്പോൾ ആ വജ്രത്തെപ്പോലെ മിനുക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഉടനെ തന്നെ നമ്മളെല്ലാവരും നല്ല നേതാക്കളായി മാറും. പഴയ കമ്പനിയിൽ നമ്മൾ ചെയ്തിരുന്ന തെറ്റായ രീതികൾ ഇനി ആവർത്തിക്കരുത്. എപ്പോഴും ശുഭാപ്തിവിശ്വാസത്തോടെ മുന്നോട്ട് പോകണം. നെഗറ്റീവ് ആയി സംസാരിക്കുന്നവരിൽ നിന്ന് അകന്നു നിൽക്കുക. അതുപോലെ ആഷിനെയോ ക്രിസിനെയോ നിരന്തരം സന്ദേശങ്ങൾ അയച്ച് ശല്യപ്പെടുത്തരുത്. അവർക്ക് പിന്നണിയിൽ ഒരുപാട് ജോലികൾ തീർക്കാനുണ്ട്. നമ്മളെല്ലാവരും നേതാക്കളായി വളരേണ്ടവരാണ്. നമ്മുടെ കൂടെയുള്ളവർക്ക് ധൈര്യവും പ്രോത്സാഹനവും നൽകുക എന്നതാണ് നമ്മുടെ ജോലി. ഈ വീഡിയോ ചെയ്യുന്നതിന്റെ ഉദ്ദേശവും അതുതന്നെയാണ്. നമ്മൾ ഒരു വലിയ ലക്ഷ്യത്തിലേക്ക് അടുക്കുകയാണ്. എന്റെ ഈ ചാനൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. എല്ലാവരോടും എനിക്ക് വലിയ സ്നേഹമുണ്ട്. അമേരിക്കയിൽ ഇപ്പോൾ വലിയ മഞ്ഞുവീഴ്ചയും കൊടുങ്കാറ്റും വരാൻ പോകുന്നു എന്ന് കേൾക്കുന്നു. എല്ലാവരും സുരക്ഷിതരായിരിക്കാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഭക്ഷണവും സൗകര്യങ്ങളും ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. ലോകത്തിന്റെ ഏത് ഭാഗത്താണെങ്കിലും നിങ്ങൾ സുരക്ഷിതരായിരിക്കട്ടെ. നല്ലൊരു നാളേക്കായി നമുക്ക് കാത്തിരിക്കാം. ഏവർക്കും നന്ദി.